Sunday of the year, we want to talk about something of paramount importance. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ഒന്നാമത്തെ ഞായറാഴ്ച ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ We ആഗ്രഹിക്കുക. want to talk about something called grace. കൃപ എന്ന അതെന്താണ് നമ്മൾ സംസാരിക്കാൻ പോവുക. Without grace, we won't go far in the kingdom of God. ദൈവരാജ്യത്തിൽ നമുക്ക് കൃപ കൂടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. Grace is like fuel for your car. നമ്മുടെ കാറിന് എപ്രകാരം ഫ്യൂവൽ ആണ് ഉപയോഗിക്കപ്പെടുന്നു. You can have a good car, നമുക്കൊരു നല്ല കാർ കാണാം. but if it does not have fuel inside, it is of no use. എന്നാൽ അതിനകത്ത് ഗ്യാസ് ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. In the same way, അതുപോലെ without grace, a Christian cannot go forward. ഒരു ക്രിസ്ത്യാനിക്ക് കൃപ കൂടാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. This morning we are going to look into some verses which will tell us very clearly what biblical grace is all about. ദൈവ വചനപ്രകാരമുള്ള കൃപ എന്താണെന്ന് നമ്മൾ ദൈവത്തിൽ നോക്കാൻ പോകും. Lot of people talk about grace. ഒരുപാട് ആൾ ഈ ദിവസങ്ങളിൽ കൃപയെ പറ്റി സംസാരിക്കാറുണ്ട്. People of other religion talk about grace. മറ്റുള്ള മതങ്ങളിലുള്ളവർ കൃപയെ പറ്റി പറയാം. I've heard people of the Hindu religion talk about grace. ഹല്ലേലൂയ. ഹിന്ദുക്കളായിട്ടുള്ളവർ കൃപയെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. That's an Indian version of kruba, which means grace. ആമേൻ. ഇന്ത്യയിലെ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് എന്നാണ് അർത്ഥം. It means anybody can use the word grace. കാരണം ആർക്കും ഉപയോഗിക്കാവുന്ന പദമായി But തീർന്നിരിക്കുന്നു. we are talking about a grace that can be found only in Christ Jesus. ആമേൻ ആമേൻ. എന്നാൽ ക്രിസ്തുയേശുവിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന കൃപയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. We're going to start from the book of John. യോഹന്നാന്റെ സുവിശേഷത്തിൽ നോക്കാം. Last Friday when we had a prayer line, we spoke about grace. കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോൺ ലൈനിൽ നമ്മൾ കൃപയെ പറ്റി പറഞ്ഞു. And then Sister Grace called me and said she was really touched by the message of grace. കൃപയുടെ സന്ദേശത്തിൽ താൻ തൊടപ്പെട്ടു എന്ന് സിസ്റ്റർ ഗ്രേസ് വിളിച്ചു പറയാനിടയായി. Hallelujah. Praise God. We look into John 1:17. വ്യത്യാസം കണ്ടല്ലോ. Now we go to John 1:17. യോഹന്നാൻ 1:17. How many of you are there today? എത്ര പേര് അത് കാണുന്നുണ്ട്? It says, for the law was given by Moses, but grace and truth came by Jesus Christ. ആമേൻ. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, അല്ലെ കിട്ടി, എന്നാൽ ലഭിച്ചു, എന്നാൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. Moses lived before Jesus. യേശുവിന് മുമ്പ് ജീവിച്ച ആളാണ് മോശ. And Moses was given the law. മോശയ്ക്കാണ് ന്യായപ്രമാണം The ലഭിച്ചത്. law was given to the children of Israel. ഇസ്രായേൽ മക്കൾക്കാണ് ന്യായപ്രമാണം The കൊടുത്തത്. law was not a bad thing, it was a good thing. ന്യായപ്രമാണം മോശമല്ലായിരുന്നു, നല്ല കാര്യമായിരുന്നു. Because before the law was given, കാരണം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് the people were living a lawless life. ഒരു അച്ചടക്കമില്ലാത്ത ജീവിതമാണ് ജനം നടത്തുന്നത്. So God called this people from Egypt. ഈ ജനം ഈ ദൈവജനത്തെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു. And he said, I want you to obey these rules. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ നിയമങ്ങൾ അനുസരിക്കണം. And if you obey these rules, I will bless you, I will be a father to you, I will be a God to you. ആമേൻ. ഈ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളെ അനുസരിക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും എന്ന് പറഞ്ഞു. For example, ഉദാഹരണത്തിന് the law said, ന്യായപ്രമാണം ഇങ്ങനെ പറഞ്ഞു, you shall not kill. നിങ്ങൾ കൊല ചെയ്യരുത്. That means, അതിന്റെ അർത്ഥം before the law was given, ന്യായപ്രമാണം കൊടുക്കുന്നതിന് the മുമ്പ് children of Israel had no problem in killing one another. പരസ്പരം കൊല്ലുന്നതിന് അവർക്ക് ഒരു മടിയുമില്ല. Do you remember Moses killed a man before he started his ministry? മോശയുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ കൊന്നത് ഓർക്കുന്നുണ്ടോ? Bad example, don't do it. തെറ്റായിട്ടുള്ള ഉദാഹരണമാണ് But ചെയ്യുന്നത്. Moses had no problem in his conscience in killing someone else. ഒരു വ്യക്തിയെ കൊല്ലുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസാക്ഷിയിൽ ഒരു He കുത്തുണ്ടായില്ല. saw a fellow Hebrew being mistreated, അദ്ദേഹം കണ്ടു ഒരു എബ്രായന് ഹല്ലേലൂയ സ്തോത്രം ഉപദ്രവിക്കപ്പെടുന്നു. and he took the law into his own hand തന്റേതായ രീതിയിൽ നിയമം and നടപ്പാക്കി he killed someone. ഒരു വ്യക്തിയെ കൊന്നു. But when the law was given, എന്നാൽ ന്യായപ്രമാണം കിട്ടിയപ്പോൾ God told Moses, tell the people, and the law is for you also, do not kill other people. ആമേൻ. ദൈവം മോശയോട് പറഞ്ഞു, മോശേ നിനക്കും ജനത്തിനും വേണ്ടിയിട്ടുള്ള ന്യായപ്രമാണം ആരെയും കൊല്ലരുത്. So the law was not a bad thing, it was a good thing. ന്യായപ്രമാണം മോശമല്ല, നല്ല കാര്യമാണ്. Those who say amen to that, say amen. Hallelujah. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. Yes, the law was a good thing. അത് നല്ലതായിരുന്നു. Today a lot of people look at the law as something bad. And you know what happens in many churches? They don't have discipline because we are always under grace and do what we want. Not in this church. Those who say an amen, say an amen. ആമേൻ ആമേൻ. അനേകർ ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞതിനെ മോശമായി കണക്കാക്കുകയും അതുകൊണ്ട് സഭയിൽ ഒരു അച്ചടക്കമില്ലാത്ത അനുഭവങ്ങൾ പല സഭകളിലുമുണ്ട്. No, I'm going to tell you what the law is, and I'm going to tell you what grace is. ഞാൻ നിങ്ങളോട് എന്താണ് ന്യായപ്രമാണം എന്നും കൃപയെന്നും പറയാൻ പോകുന്നു. So God gave the law through Moses. മോശയിൽ കൂടിയാണ് ന്യായപ്രമാണം കിട്ടിയത്. And after so many years after Moses, മോശയ്ക്ക് അനേക വർഷങ്ങൾക്ക് ശേഷം people began to look at the law with a different perspective. ആമേൻ. ജനങ്ങൾ ഈ ന്യായപ്രമാണത്തെ വേറൊരു കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങി. What was that perspective? എന്താണ് ആ കാഴ്ചപ്പാട്? They looked at the law, അവർ ന്യായപ്രമാണത്തെ നോക്കി, they agreed to the law, അതിനവർ യോജിച്ചു, they said yes to the law, അതിനോട് യെസ് എന്ന് പറഞ്ഞു. but they were living a totally defeated life. എങ്കിലും അവരൊരു പരിപൂർണമായി പരാജയപ്പെട്ട ജീവിതമാണ് നയിച്ചത്. Let me give you an example. ഉദാഹരണം പറയട്ടെ. If somebody sinned, ഒരു വ്യക്തി പാപം ചെയ്താൽ according to the law, ന്യായപ്രമാണ you have പ്രകാരം to kill at least one bull.
കുറഞ്ഞത് ഒരു കാളയെങ്കിലും കൊല്ലണം. Not just kill the bull. അതിനെ കൊന്നാ മാത്രം You പോരാ. have to keep basins under the bull. അതിന്റെ കീഴിൽ നിങ്ങൾ പാത്രം വെക്കണം. And then the blood has to come out in a particular way. ഒരു പ്രത്യേക രീതിയിൽ അതിന്റെ രക്തമെല്ലാം ഊറ്റിയെടുക്കണം. All the dirty things has to be removed. അതിന്റെ അല്ലെ കുടലും മറ്റും എടുത്ത് മാറ്റണം. And then you have to offer the sacrifice once a year. ഒരിക്കലായിട്ട് ഇതൊരു യാഗമായി അർപ്പിക്കണം. And then the priest has to go in the holy of holies. അല്ലയാ അതെ പുരോഹിതൻ ഈ രക്തവും കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് പോകണം. And the people are waiting to see if the priest is going to come back, if the priest is going to come back. ഹല്ലേലൂയ. ആളുകൾ ഇങ്ങനെ ഭയവിഹ്വലരായി കാത്തിരിക്കുകയാണ് ഈ പുരോഹിതൻ മടങ്ങി വരുമോ. Oh, there the high priest comes. അപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന പുരോഹിതൻ വരുന്നു. They are happy. അവർക്കൊരു ആശ്വാസം. Our sins for last year has been forgiven. കഴിഞ്ഞാണ്ടത്തെ പാപം പരിഹരിക്കപ്പെട്ടു. They are so really. ആശ്വാസമുണ്ട്. Now the whole new year is there. ഒരു പുതിയ വർഷമുണ്ട്. And God expected them not to sin in the coming year. വരുന്ന വർഷം പാപം ചെയ്യാതിരിക്കാൻ ദൈവം അവരെ പറ്റി ആഗ്രഹിക്കുന്നു. Because God was telling them indirectly. മറ്റൊരു അർത്ഥത്തിൽ ദൈവം അവരോട് പരോക്ഷമായി പറയുകയാണ്. My precious people, എന്റെ ജനമേ, look at the pain you have to go through to overcome your sin, to get forgiveness of sin. പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ നിങ്ങൾ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകളെ നിങ്ങളൊന്ന് ഓർത്ത്. You have to wait the whole year. ഒരു വർഷം കാത്തിരിക്കണം. You have to kill bulls. ആനിമലിനെ കൊല്ലണം. It's a better thing not to sin. അതിനേക്കാൾ നല്ലതാ നിങ്ങൾ പാപം ചെയ്യാതിരിക്കെ. Church, are you with me? മനസ്സിലാവുന്നുണ്ടോ? But you know what the people did? ആളുകൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? We would rather sin. ഞങ്ങൾ പാപം ചെയ്യും. It's okay, once a year we'll go and kill a bull. പാപം ചെയ്തിട്ട് ഞങ്ങൾ ആണ്ടിൽ ഒരിക്കൽ. But we will not give up sin. എങ്കിലും ഞങ്ങൾ പാപം വിട്ടുകൊടുക്കത്തില്ല. So you see, the purpose of the law could not be fulfilled as far as man was concerned. ആമേൻ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം കൊടുത്തതിന്റെ ഉദ്ദേശം നിവൃത്തിയായില്ല. He continued to sin. അവൻ വീണ്ടും പാപം He ചെയ്തുകൊണ്ടിരുന്നു. continued to kill bulls. വീണ്ടും കാളയെ കൊന്നുകൊണ്ടിരുന്നു. Do you think God is happy in killing bulls? ഈ കാളയെല്ലാം കൊല്ലുന്ന ദൈവത്തിന് സന്തോഷമാണ്. You read Psalms 51 final 2 verses, you will see he has no pleasure in killing bulls and goats and calves. ആമേൻ. ഹല്ലേലൂയ. സംഗീതത്തിന് 51 അവസാന 2 വാക്കുകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കാളയൊക്കെ അറക്കുന്നതിനും കൊല്ലുന്നതിനും ദൈവത്തിന് ഒരു പ്രസാദവുമില്ലെന്ന് കാണാം. In other words, മറ്റൊരർത്ഥത്തിൽ the law could not get rid of sin once and for all. ഒരിക്കലായി പാപത്തെ നീക്കുവാൻ അല്ലായിരുന്നു ന്യായപ്രമാണം കൊടുത്തത്. Every year. ഓരോ വർഷം 2013, 2014, again they will come at 2015 with bulls, and I think of that temple, the whole place will be full of bulls and calves and so many, and the high priest was just getting fed up and the people were getting fed up. Again they will come in 2016 doing the same thing again and again and again. ഓരോ വർഷവും ആണ്ടിന്റെ അവസാനം 13, 14, 15 എല്ലാ വർഷവും കാളയെല്ലാം കൊണ്ടുവന്ന് ആലയം മുഴുവൻ നിറയെ കാളയും ഒക്കെ ആയിരിക്കും. പുരോഹിതൻ ഈ യാഗമെല്ലാം കഴിച്ച് ക്ഷീണിച്ച് തളർന്നു പോയി കാണും. But എന്നാൽ no change in character. ഈ ജനത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. Same thing. വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിക്കും. Did God know this? ദൈവത്തിന് അറിയാമായിരുന്നു. Did he know that the law was not enough? ഇത് പരിപൂർണ്ണമല്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. Yes, God knew it. ദൈവത്തിന് അറിയാമായിരുന്നു. Then he said, all right, this is the truth. ദൈവം പറഞ്ഞു ഇതാണ് സത്യം. My children, the law was given for a purpose. The law cannot abolish sin. ഈ ന്യായപ്രമാണം തന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. പാപത്തെ പരിഹരിക്കുവാൻ ഈ ന്യായപ്രമാണത്തിന് സാധ്യമല്ല. But I am sending something better. അതിനേക്കാൾ ശ്രേഷ്ഠമായി ഞാൻ നിങ്ങൾക്ക് അയക്കും. I am sending somebody who is better. ശ്രേഷ്ഠമായ ഒരുവനെ ഞാൻ അയക്കുക. I am going to give you grace. This is the truth, and I am going to give you grace. ഞാൻ നിങ്ങൾക്ക് കൃപ അയക്കുകയാണ്. ഇതാണ് സത്യം. This is the truth. ഇതാണ് സത്യം. What is the truth? എന്താണ് സത്യം? You cannot overcome by the law. You can overcome only by the grace that is going to be given to you by my son Jesus. നിങ്ങൾക്ക് പാപത്തെ അതിജീവിക്കാൻ ന്യായപ്രമാണം കൊണ്ട് സാധിക്കത്തില്ല. യേശുക്രിസ്തുവാകുന്ന സത്യം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് പാപത്തെ അതിജീവിക്കാൻ സാധിക്കത്തുള്ളൂ. Hallelujah. 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 That is the truth. അതാണ് സത്യം. Do you understand the truth today? സത്യം മനസ്സിലായോ? Year after year, the people are struggling. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വീണ്ടും ആളുകൾ God said, I am going to give you something better. കർത്താവ് പറഞ്ഞു ശ്രേഷ്ഠമായി തരാം. The new covenant is something better. പുതിയ നിയമം അതിയെ ശ്രേഷ്ഠമാണ്. Hallelujah. Amen. But we have to understand something. നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. The new covenant does not look down on the old covenant. പുതിയ നിയമം പഴയ നിയമത്തെ ചെറുതായി കാണുന്നില്ല. It doesn't say the law is useless. ഈ ന്യായപ്രമാണം കൊള്ളാത്തതാണെന്ന് പറയുന്നില്ല. It says the new covenant is adding something new so that you can fulfill the requirements of the law. ഹല്ലേലൂയ. പുതിയ നിയമം പറയുന്നു പഴയ നിയമത്തിലേക്ക് ചില കാര്യങ്ങളെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ന്യായപ്രമാണം അനുസരിക്കാൻ സാധിക്കുമെന്നാണ് പുതിയ നിയമം പറയുന്നത്. For example, ഉദാഹരണത്തിന് thou shalt not kill. നിങ്ങൾ കൊല ചെയ്യരുത്. You know why we don't kill other people? എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കൊല്ലാത്തത്? Because we are scared of the government. That's why. ആമേൻ. ഹല്ലേലൂയ. കൊന്നാൽ അതിന്റെ ശിക്ഷ അനുഭവിക്കട്ടെ. അതുകൊണ്ട് ആളുകൾ കൊല്ലാത്തത്. Yeah, I'm telling you. സത്യമാണ്. But I'll tell you how we kill people. ഞാൻ പറയട്ടെ ആളുകൾ നമ്മൾ എങ്ങനെ കൊല്ലുന്നത്? I don't like, let's say, Pastor George Samuel. ഹല്ലേലൂയ. So you know what I do? ഹല്ലേലൂയ. എനിക്ക് ഇന്ന വ്യക്തിയെ ഇഷ്ടമല്ല. I will go and start
destroying his personality before another person. മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ പോയി ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കും. I will begin to backbite and speak against this man. ഈ വ്യക്തിക്കെതിരെ മറ്റുള്ളവരുടെ മുമ്പിൽ പരദൂഷണം പറയുക. When I see Pastor Thomas George, തോമസ് I'll stand with him and say, you know, look at the way he's put on his suit today. Thinks he's very smart, huh? അയാൾ വിചാരിക്കുന്നത് വളരെ സുന്ദരനാണെന്ന്. Look at his cross. ക്രോസ് കണ്ടോ? Where is your mustache? മീശ എവിടെ? You know, I will start gossiping and making him to look so bad in front of a third person. മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കും. What am I doing? എന്താ ഞാൻ I ചെയ്യുന്നത്? am killing his personality before other people. മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ഈ വ്യക്തിയുടെ വ്യക്തിത്വത്തെ To നശിപ്പിക്കുക. God, it is the same. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കൊലപാതകം തന്നെ. I may not take a knife and stab him in front, ഒരു കത്തിയെടുത്ത് അവന്റെ ഹൃദയത്തിൽ കുത്തിയിറക്കുന്നില്ല. but I am really killing him. എന്നാൽ ഞാൻ മറ്റൊരിടത്ത് അവനെ കൊല്ലുക. So, can we stop that? നമുക്ക് നിർത്താൻ പറ്റുമോ? We can stop it only by grace. കൃപയാൽ മാത്രമേ ഇതിന്മേൽ ജയിക്കാൻ When we have a പറ്റുള്ളൂ. tendency to kill people, ആളുകളെ കൊല്ലാൻ നമുക്ക് പ്രവണത ഉണ്ടാകുമ്പോൾ the law says thou shalt not kill, ഞാൻ പ്രമാണം പറയുന്നു കൊല്ലരുത്. but we know we continue to kill people. നമുക്കറിയാം എങ്കിലും നമ്മൾ കൊന്നുകൊണ്ടിരിക്കുക. But grace says, my child, come to me. I know your weakness. I will help you to stop killing. ആമേൻ. കൃപ പറയുന്നു മകനെ എൻ്റെ അടുക്കൽ വാ, നീ കൊലപാതകം ചെയ്യാതിരിക്കാൻ ഞാൻ നിനക്ക് ശക്തി തരാം. People, do you understand the beauty of grace? കൃപയുടെ മനോഹാരിത മനസ്സിലായോ? The Bible says, ദൈവവചനം പറയുന്നു thou shalt not commit adultery. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. No, we don't do that. Wonderful people of God. ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ I ചെയ്യത്തില്ല. always said, look into your hearts. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ The നോക്കി. Bible teaches you in the new covenant. Jesus taught this. യേശുവാണ് ഇങ്ങനെ പഠിപ്പിച്ചത്. If you look at a woman to lust after her, you have already committed adultery in your heart. ആമേൻ. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. For example, if you see a very beautiful sister in the church. സഭയിൽ ഒരു സുന്ദരിയായ സഹോദരിയെ കണ്ടാൽ, Wonderful sister, how are you today? Beautiful, praise the Lord. ഹല്ലേലൂയ. സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ, ഞാൻ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. The thing is, you are actually admiring her beauty. സത്യം പറഞ്ഞാൽ അവരുടെ സൗന്ദര്യത്തെ നമ്മൾ അംഗീകരിക്കുക. Do you know what happens when people sit in front of the TV and watch film stars? ഹല്ലേലൂയ. ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഫിലിം സ്റ്റാർസിനെ കാണുന്നവർ എന്താ ചെയ്യുന്നത്? Oh, her acting is so good, yaar. She's so beautiful. Wonderful eyes, wonderful ears. Woo! ഹല്ലേലൂയ. That is lusting after somebody's beauty. ആമേൻ. മറ്റൊരാളുടെ സൗന്ദര്യത്തെ നമ്മൾ മോഹിക്കുകയാണ്. The minute you do that, നിങ്ങൾ അങ്ങനെ a ചെയ്യുമ്പോൾ transaction goes in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ കൈമാറ്റം നടക്കുക. Jesus said, if you look at a woman to lust after her, you have already committed adultery in your heart. യേശു പറഞ്ഞു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവരെല്ലാം വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. I remember a very, very, very strict man of God. വളരെ അച്ചടക്കമുള്ള ഒരു ദേവദാസൻ. When I was getting married, ഞാൻ വിവാഹം ചെയ്തപ്പോൾ I showed him the picture of the person I was going to marry. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ചിത്രം കാണിച്ചു. I still remember he had one look at it, he said, praise the Lord, and he gave it back to me. ഹല്ലേലൂയ. അദ്ദേഹം ഒന്ന് നോക്കി പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു, മടക്കി തന്നു. I thought, what is wrong? Did I do something wrong? ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തെറ്റ് ചെയ്തോ? I thought maybe he didn't approve. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരിക്കും. But I knew why he did that. He was so strict with his eyes. ആമേൻ. തന്റെ കണ്ണുകളുമായിട്ട് അദ്ദേഹത്തിന് ഒരു നിയമം Yes, ഉണ്ടായിരുന്നു. he saw a beautiful girl. Praise the ഹല്ലേലൂയ. Lord. Give നല്ലൊരു it back. സുന്ദരിയായ പെൺകുട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. Those who understand, say amen. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന ഒരു We സ്തോത്രം need to പറഞ്ഞു. train our Amen. eyes like that. നമ്മുടെ കണ്ണുകളെ അങ്ങനെ നമ്മൾ It may പരിശീലിപ്പിക്കണം. not be beautiful women, beautiful handsome men like me. It can be a beautiful car. ഒരു സൗന്ദര്യമുള്ള പുരുഷനോ സ്ത്രീയോ അതിനപ്പുറം ഒരു പക്ഷേ നല്ല കാറായിരിക്കാം. I see somebody's beautiful car. മറ്റൊരാളുടെ നല്ല കാർ കണ്ടു. Oh, Lord, I want it too. ഹല്ലേലൂയ. കർത്താവ് എനിക്കും വേണം. Yes, Lord, I want a Mercedes Benz myself. എനിക്കൊരു മെർസിഡീസ് ബെൻസ് വേണം. Because what is wrong with some other car? മറ്റു കാറിന്റെ കുഴപ്പം എന്താ? No, I saw it. My eyes find it attractive. I want exactly that. ഓ എന്റെ കണ്ണിന് അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് അത് തന്നെ വേണം. People, are you with me? That is all lust of the flesh. അതെല്ലാം ജഡത്തിന്റെ I want what മോഹങ്ങളാ. somebody else wants. അതെ, മറ്റൊരാളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം. These transactions happen inside the heart, ഈ കാര്യങ്ങൾ നടക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ which ഉള്ളിലാണ്. nobody knows. ആർക്കും അറിയത്തില്ല. God knows. ദൈവത്തിന് അറിയാം. And God says, I'll give you grace in the inner man. ഓ ദൈവം പറയും നിന്റെ അകത്തെ മനുഷ്യന് കൃപ തരാം. That is grace. അതാണ് കൃപ. Grace is not about the external man. Grace is about the internal man. ആമേൻ. കൃപ പുറത്തെ മനുഷ്യനല്ല കിട്ടുന്നത്, അകത്തെ മനുഷ്യനാ. How do you know if a man has a grace or not? ഒരു മനുഷ്യൻ കൃപയുണ്ടോ എന്ന് എങ്ങനെ അറിയാം? The way he speaks, you know if he has grace or not. അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാ മനസ്സിലാകും. In front of everybody, you can be very nice and polished. ഹല്ലേലൂയ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് മനോഹരമായി സംസാരിക്കും. But back at home, വീട്ടിൽ ചെല്ലുമ്പോൾ only the wife is looking. ഭാര്യ മാത്രമുള്ളപ്പോൾ, Only when the children are looking. കുഞ്ഞുങ്ങൾ മാത്രമുള്ള How many times I told you, no, keep up. ഈ ഷൗട്ട് പൊട്ടിത്തെറിക്കുന്നതും കാണാം. Why? എന്തുകൊണ്ടാണ്? Because you get easily provoked and irritated. ഹല്ലേലൂയ. കാരണം നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യപ്പെടുകയാണ്. We have a new covenant law. നമുക്കൊരു പുതിയ നിയമം Thou shalt not shout at home.
വീട്ടിൽ നിങ്ങൾ ആക്രോശിക്കരുത്. But it really happens. ഹല്ലേലൂയ. എന്നാൽ അത് സംഭവിക്കുക. That is where you need grace. അതുകൊണ്ടാണ് കൃപ Are you ആവശ്യമുള്ളത്. with me? I'm speaking to saints. I know you're wonderful people. Amen. I'm maybe speaking about myself. Praise the Lord. ഒരുപക്ഷേ ഞാൻ ഇതിനെപ്പറ്റി You have all പറയാൻ overcome that. Amen. നമ്മളെല്ലാവരും അതിജീവിക്കും. So you see, grace came through the Lord Jesus Christ. Grace helps you to fulfill the demands of the law. ആമേൻ ആമേൻ. കൃപ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചു. അത് ന്യായപ്രമാണത്തിന്റെ നിബന്ധനകളെ പാലിക്കുവാൻ നമ്മളെ Let സഹായിക്കുന്നു. me tell you some testimonies. Praise the Lord. ചില സാക്ഷ്യങ്ങൾ പറയട്ടെ. I know genuine, powerful men of God ശക്തന്മാരായ ദൈവദാസന്മാർ who have ran away from Delilahs. ഹല്ലേലൂയ. ദലീലാമാരുടെ പുറകെ അവർ ഓടിപ്പോവാനിടയായി. No. Hallelujah. They ran away from. ആമേൻ ആമേൻ. ദലീലാമാരിൽ നിന്ന് അവർ ഓടി ഒളിച്ചു. I want you to know there are Christian Delilahs. ഹല്ലേലൂയ. ക്രിസ്ത്യൻ ദലീലാമാരുണ്ട്. If you are in the ministry, നിങ്ങൾ if ശുശ്രൂഷയിലാണെങ്കിൽ, you're really on fire, നിങ്ങൾ you will കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ see Delilahs. നിങ്ങൾ ദലീലമാരെ കാണും. But God gives you grace to keep away. ആമേൻ. എന്നാൽ അകന്നിരിക്കാൻ ദൈവം നിങ്ങൾക്ക് If കൃപ you're തരും. faithful to God നിങ്ങൾ ദൈവത്തിന് in വിശ്വസ്തരെങ്കിൽ, your heart, നിങ്ങളുടെ ഹൃദയത്തിൽ if you're faithful to God ദൈവത്തിന് വിശ്വസ്തരെങ്കിൽ, in your finances, നിങ്ങളുടെ സാമ്പത്തികത്തിൽ, if you're faithful to God in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസ്തരെങ്കിൽ, God will not even let the enemy tempt you. I know that. ഹല്ലേലൂയ. എനിമി ശത്രു നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. That is grace. അതാണ് കൃപ. Let me look at Moses again. മോശെ വീണ്ടും നോക്കട്ടെ. At the end of his ministry, Moses fell. ആമേൻ. തന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം വീണു How പോയി. many of you know that part of the Bible? എത്ര പേർക്ക് അത് അറിയാം? He was angry. അദ്ദേഹം കോപിച്ചു. So angry. അദ്ദേഹം കോപിച്ചു. God said, Moses, come here. ദൈവം പറഞ്ഞു, മോശെ വാ. I agree, you're a leader. You have about 40 years of experience. Wonderful. I appreciate that. But you will not see Canaan. ഹല്ലേലൂയ. നീ നല്ല നേതാവാണ്. ഞാൻ നിന്റെ മിനിസ്ട്രി അംഗീകരിക്കുന്നു. എന്നാൽ നീ കനാനിൽ കടക്കത്തില്ല. No way. ഒരിക്കലുമില്ല. And there was no grace like today. I mean, Moses was under the law. മോശയ്ക്ക് ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. നമ്മളൊക്കെ പോലെ കൃപ Moses കിട്ടിയില്ല. just allowed the people to irritate him and provoke him, and he just got angry. Same Moses, 40 years ago, he got angry, he killed somebody. 40 years later, after seeing all the miracles, Moses continued to be the same man. 40 വർഷം മുമ്പേ ഒരു വ്യക്തിയെ കൊന്നതായ വ്യക്തി 40 വർഷം കർത്താവിനോട് നടന്നതിന് ശേഷവും വീണ്ടും തന്റെ കോപത്തെ അടക്കാൻ കഴിഞ്ഞില്ല. That's not a new covenant. അതല്ല പുതിയ നിയമം. Every day we become a little more like Jesus. ഓരോ ദിവസവും നമ്മൾ യേശുവിനെ പോലെ അല്പം പോലെ ആവുകയാണ്. Every day. ഓരോ ദിവസവും. That's a battle. We have to overcome that. അതാണ് നമുക്ക് അതിജീവിക്കേണ്ട യുദ്ധം. Yes, I'm not going to get provoked. ഞാൻ I'm പ്രലോഭിക്കപ്പെടില്ല. not going to get irritated. ഞാൻ ഇറിറ്റേറ്റ് ചെയ്യപ്പെടില്ല. The Lord gives us grace to make sure we don't fall into sin. പാപത്തിൽ നമ്മൾ വീഴാതിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ I'm തരികയാണ്. going to give you a practical step today. പ്രായോഗികമായ ഒരു ചുവട് Kindly turn with me to Hebrews chapter let me verses 14, 15 and 16 of Hebrews. ആമേൻ. Let us come to the throne of grace. ആമേൻ ആമേൻ. ഹല്ലേലൂയ. I'll tell you one അതുകൊണ്ട് തൽസമയം നമുക്ക് കൃപ ലഭിക്കേണ്ടതിന് Yeah. ധൈര്യത്തോടെ കൃപാസനത്തെ അടുത്ത് വരിക. Hebrews 4 എബ്രായർ 4 അധ്യായം verses 15 and 16. 15 16. I'm going to read actually from 14. 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. Seeing then that we have a great high priest that is passed into the heavens, Jesus the Son of God, let us hold fast our profession. For we have not a high priest which cannot be touched with the feeling of our infirmities, but was in all points tempted as we are, yet without sin. Let us therefore come boldly under the throne of grace, that we may obtain mercy and find grace to help in time of need. ആകയാൽ നമുക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗത്തിൽ കൂടി ആകാശത്തിൽ കടന്നു വരും മഹാപുരോഹിതനായതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മറുകെ പിടിച്ചുകൊള്ളുക. പാപം ഒഴികെ നമുക്ക് തുല്യമായ സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടവനാകയാൽ അവൻ നമ്മുടെ പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ കൃപ കാണിക്കുവാൻ ഹല്ലേലൂയ മതിയായവനാകുന്നു. അതുകൊണ്ട് തൽസമയത്ത് കൃപ ലഭിക്കേണ്ടതിന് നാം ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. I'm going to tell you something that is a revelatory. ഹല്ലേലൂയ. വെളിപ്പാട് ഉള്ള ഒരു കാര്യം പറയുക. Jesus was tempted in every area as you and I were tempted. നിങ്ങളും ഞാനും പ്രലോഭിക്കപ്പെടാവുന്നത് പോലെ യേശു കർത്താവ് തന്റെ ജീവിത സകല മണ്ഡലങ്ങളിലും പ്രലോഭിക്കപ്പെട്ടു. Did Jesus win? യേശു ജയിച്ചോ? Praise the Lord. For example, ഉദാഹരണത്തിന് when Jesus was doing business for his dad, തന്റെ പിതാവിന് വേണ്ടി യേശു ബിസിനസ് ചെയ്തപ്പോൾ Jesus' dad was a carpenter. യേശുവിന്റെ പിതാവ് ഒരു ആശാരിയായിരുന്നു. Let us say he took a table, he made a table, ചിന്തിക്കുക, യേശുവിന്റെ പിതാവ് ഒരു and he took it to the customer. ഒരു മേശ ഉണ്ടാക്കി കസ്റ്റമറിന് കൊടുത്തു. The customer said, കസ്റ്റമർ പറഞ്ഞു, Jesus, you are an excellent carpenter. ഓ യേശുവേ നീ നല്ലൊരു ആശാരിയാണ്. Why don't you start your own Jesus carpentry? ഹല്ലേലൂയ. നിന്റേതായിട്ട് എന്താ ഒരു ബിസിനസ് തുടങ്ങാത്തെ? I'll give you a little more. ഇച്ചിരി പണം കൊടുത്തരാം. Jesus said, no.
യേശു പറഞ്ഞില്ല, I'm helping my dad. എന്റെ പിതാവിനെ ഞാൻ This is സഹായിക്കും, not my job. ഇതാണ് എന്റെ ജോലി. That must have been a temptation for Jesus. അതൊരു ഒരു Let me പ്രലോഭനമാകാമായിരുന്നു. tell you another temptation for Jesus. വേറൊരു ടെംപ്ടേഷൻ പറയട്ടെ. Long line of people were standing to be baptized in River Jordan. ഹല്ലേലൂയ. യോർദാനിൽ യോഹന്നാനിൽ സ്നാനപ്പെടാൻ വലിയ കൂട്ടം ആളുകൾ നിൽക്കുക. Jesus also was standing there. യേശു അവിടെ നിൽക്കുക. Question. ചോദ്യം, The devil, do you think, would have come and slowly told Jesus, Jesus, why should you be baptized? ഹല്ലേലൂയ. യേശുവേ, നീ എന്തിനാണ് ആളുകളൊക്കെ സ്നാനപ്പെട്ടിട്ട് നീ എന്തിനാ You're സ്നാനപ്പെടുന്നത്? not a sinner. നീ പാപിയല്ല, You never sinned even once. ഒരിക്കൽ പോലും പാപം You're ചെയ്തില്ല, a son of God. നീ ദൈവമകനാണ്, These are all sinners. ഇവരെല്ലാം പാപികളാ, Why should you be baptized? നീ എന്തിനാ സ്നാനപ്പെടുന്നത്? Do you think the devil could have asked Jesus like that? അങ്ങനെ ചോദിക്കാമായിരുന്നു. There is possible. I heard a man of God once saying, ഒരിക്കൽ maybe the devil tempted Jesus like that. യേശുവിനെ ഒരുപക്ഷേ പിശാച് അങ്ങനെ പ്രലോഭിച്ചു കാണുന്ന ഒരു I think the devil would have tried his best to keep Jesus away from the waters of baptism. ഞാൻ ചിന്തിക്കുന്നു സ്നാനപ്പെടാതിരിക്കാൻ പിശാച് കഴിയാവുന്ന ചെയ്ത് കാണും. What do you think Jesus did? എന്ത് പറഞ്ഞാണ് യേശു? Excuse me. ക്ഷമിക്കണം പിശാച്. I may not have sinned, but I want my Father's righteousness to be fulfilled. I will be baptized. ആമേൻ. എനിക്ക് പാപമില്ല, ശരിയാണ്, എന്നാൽ പിതാവിന്റെ നീതി എനിക്ക് നിവർത്തിക്കണം, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടും. Every step of his way, തന്റെ ജീവിതത്തിന്റെ ഓരോ ചുവടുകളിലും there was struggle. അവിടെ പ്രതികൂലങ്ങൾ The devil ഉണ്ടായിരുന്നു. tried to make him compromise. പിശാച് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു കാണും. The devil made fun of him. യേശുവിനെ പിശാച് പരിഹസിച്ചു കാണും. Yeah, he said, look at this guy. You are the only guy who was so spiritual. Everybody else in the family doesn't feel like that. Why are you alone who feel like that? Jesus must have felt like, he said, I am going forward looking at the Father. ആമേൻ, ആമേൻ. നീ ഒരുത്തൻ മാത്രം നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ കിടക്കില്ല, നീ മാത്രം എന്തിനാ ഇങ്ങനെ ആത്മീയനായിരിക്കുന്നത്? യേശു പറഞ്ഞു, ഞാൻ മുന്നോട്ട് പോവാം. In the Garden of Gethsemane, ഗെത്സമനെ തോട്ടത്തിൽ Jesus had wonderful prayer partners. Praise the Lord for them. യേശു നല്ല പ്രയർ പാർട്ണേഴ്സ് They were all busy sleeping. അവരെല്ലാം But ഉറങ്ങിക്കൊണ്ടിരിക്കുക. Jesus continued to pray. യേശു പ്രാർത്ഥിച്ചു. Jesus looked around. യേശു തിരിഞ്ഞു നോക്കി. Peter was snoring away to glory. പത്രോസ് ഇങ്ങനെ കൂർക്കം വലിക്കുക. And so was James and all these people. യാക്കോബ് യോഹന്നാൻ എല്ലാം ഉറങ്ങുക. Jesus did not get disappointed. യേശു നിരാശ തോന്നിയില്ല. He said, I'll continue to pray. ഞാൻ പ്രാർത്ഥിക്കും. I'm sure the Lord would have prayed, Father, please let these fellows also get up and pray with me. ഇവരെ കൂടെ പ്രാർത്ഥിക്കാൻ ഉണർത്തണമെന്ന് പ്രാർത്ഥിച്ചു. Jesus did not accuse them. അവരെ യേശു അവരുടെ മേൽ അപവാദം The പറഞ്ഞില്ല. Garden of Eden, the devil would have come and told him. ഗെത്സമനെ തോട്ടത്തിൽ പിശാച് പറഞ്ഞു കാണും. See, the devil doesn't like it. He said, ഹല്ലേലൂയ. Jesus, why do you want to be crucified? Come on. യേശുവേ, നീ എന്തിനാ ക്രൂശിക്കപ്പെടുന്നേ? He said, what did you do? നീ എന്ത് തെറ്റ് ചെയ്തു? Let the people take their own cross. ആളുകൾ അവരുടെ കുരിശ് വഹിക്കട്ടെ. Anyway, God loves everybody. You know, that's what the devil says. God loves everybody and God will take care of things. Why do you want to take the cross? ഹല്ലേലൂയ. ഏതായാലും ദൈവം എല്ലാവരും സ്നേഹിക്കുന്നില്ലേ? ദൈവം അവരെ സ്നേഹിച്ചോളൂ, അവർക്ക് വേണ്ടി ചെയ്തോളൂ. നീ എന്തിനാ ഇതെടുക്കുന്നേ? Jesus said, I've come to do my Father's will. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ He വന്നതാ. overcame another step. വേറൊരു ചുവടിൽ യേശു ജയിച്ചു. I want you to know all this He did for me and you. ഇതെല്ലാം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി യേശു ചെയ്തത്. Then on the cross, ക്രൂശിൽ He was there. യേശു അവിടെ ഉണ്ട്. Some of the soldiers came and asked him, ചില പട്ടാളക്കാർ ഇങ്ങനെ ചോദിച്ചു, you were busy saving other people. Oh, Savior of the world. Why don't you save yourself? ലോകരക്ഷക, എല്ലാവരും നീ രക്ഷിക്കുന്നു, എന്തുകൊണ്ട് നിനക്ക് നിന്നെ തന്നെ രക്ഷിച്ചുകൂടാ? Jesus kept quiet. യേശു You know, മിണ്ടാതിരുന്നു. sometimes Jesus doesn't answer foolish people. I love Jesus. ഹല്ലേലൂയ. യേശു ചിലപ്പോൾ മണ്ടന്മാരുടെ There is no സംസാരിക്കരുത്. time to waste your time speaking to every Tom, Dick and Harry who wants to talk nonsense about you. Leave them alone. God will speak to them. ആമേൻ. നിങ്ങളെ പറ്റി വേണ്ടാതെല്ലാം പറയുന്നവരോട് സംസാരിച്ച് സമയം ചെലവഴിക്കേണ്ട കാര്യമില്ല. I learned that from Jesus. ഞാൻ യേശുവിൽ നിന്ന് It's a പഠിച്ച very good example. നല്ല ഉദാഹരണം. In the right time, God will remove every misunderstanding. തക്ക സമയത്ത് ദൈവം അല്ലെ അഭിപ്രായ ഭിന്നതകളെല്ലാം പരിഹരിച്ചോളും. Hallelujah. Amen. So Jesus did not even speak to them. യേശു അവരോട് That സംസാരിച്ചില്ല. was a temptation which Jesus overcame. യേശു ജയിച്ച ഒരു പരീക്ഷയാണത്. And then the thieves. ഹല്ലേലൂയ. കള്ളന്മാർ. Jesus was going from glory to glory. യേശു അതിയ തേജസ്സിലേക്ക് പോവുകയാണ്. One of the thieves said, ഒരു കള്ളൻ പറഞ്ഞു, save us. ഞങ്ങളെ He രക്ഷിക്കും. made fun of Jesus. യേശുവിനെ കളിയാക്കി. He was sarcastic about Jesus. വളരെ തമാശ രീതിയിൽ പറഞ്ഞു. He didn't care. അദ്ദേഹം യേശു ഒന്നും പറഞ്ഞില്ല. The other thief, മറ്റേ കള്ളനോ he repented. അവൻ മാനസാന്തരപ്പെട്ടു. Jesus said, you shall be with me in paradise. യേശു പറഞ്ഞു, ഇന്ന് എന്നോട് As somebody said, even when he was on the cross, he saved somebody and took them to heaven. What a God we serve. ക്രൂശിലായിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ രക്ഷിച്ച് തന്നവരുടെ സ്വർഗ്ഗത്തിൽ I കൊണ്ടുപോയി. love my Jesus. എന്റെ യേശുവിനെ ഞാൻ He is in pain. വേദനപ്പെട്ട് കിടക്കുക. He is struggling. വളരെ But ബുദ്ധിമുട്ട്. in the process, he saves somebody and goes to heaven. എന്നാൽ ഈ വേദനയുടെ നടുവിൽ ഒരു വ്യക്തിയെ രക്ഷിക്കുക. I say, who can do that? ആർക്കാ ചെയ്യാൻ പറ്റുമോ? Can you imagine being in a jail? നിങ്ങൾക്കറിയാം, ഒരു ജയിലിൽ കിടക്കുന്ന And tomorrow, let us say, the government of that country said, tomorrow you're going to be hung. Be ready for that. നാളെ നിന്നെ തൂക്കിക്കൊല്ലുമെന്ന് Or you're പറഞ്ഞ്, going to be shot. അല്ലെ നിന്നെ നാളെ കൊല്ലുമെന്ന് I say, പറയുന്നു. what will you tell people? അങ്ങനെയുള്ള വ്യക്തി മറ്റുള്ള എന്ത് പറയും? What will you preach the gospel? അവരവരോട് എന്ത് The സുവിശേഷം Lord പറയും? shall give you houses and cars. Will you tell them that gospel? ദൈവം നിങ്ങൾക്ക് വീടും പറവും തരുമെന്ന് They പറയും. laugh at your face. അവർ നിങ്ങളെ നോക്കിച്ചിരിക്കും. But you will tell them like this. This is what I may say. If I ever come to a situation like that, this is what I may say. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ട ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ I പറയും, said, brother,
my friend, my fellow jailmate, I'm going to heaven. ആമേൻ. എൻ്റെ സഹോദര, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോവുകയാണ്. My time in this world is over. എൻ്റെ ലോകത്തിലെ സമയം But I അവസാനിച്ചു. want to tell you, ഞാൻ നിന്നോട് in പറയാം, the next 1 minute tomorrow, after they execute me, I'm going to see my Jesus. ഞാൻ മരിക്കുന്ന അതേ നിമിഷം ഞാൻ യേശുവിനെ കാണും. How about you? നിന്റെ അവസ്ഥ എങ്ങനെയാ? If you're not sure, accept Jesus today. നിനക്ക് ഉറപ്പില്ലെങ്കിൽ ഇപ്പോൾ യേശുവിനെ Do you സ്വീകരിക്കുക. have that confidence? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? That is what Jesus did. അതാണ് യേശു ചെയ്തത്. Even on the execution table, he saved somebody and went straight to heaven. ആമേൻ, ആമേൻ. താൻ ശിക്ഷാവിധിയിലായിരിക്കുമ്പോൾ തന്റെ ഒരു വ്യക്തിയെ രക്ഷിച്ചുകൊണ്ട് There also he gave a strong blow to the devil's head. അവിടെ പിശാചിന് മുഖത്തിട്ട് നല്ലൊരു അടി കൊടുത്തു. And then finally, Praise the Lord. he hung his head. അവസാനമായി Father, into your hands I commit my spirit. ഓ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. And the Father took his spirit. ഓ പിതാവേ, യേശുവിന്റെ ആത്മാവിനെ Then what happened? അവിടുന്ന് Oh, I get excited when I think of that. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഉത്സാഹമാണ്. Jesus went straight down to Hades. യേശു നേരെ പാതാളത്തിലേക്ക് ഇറങ്ങി. The devil had the shock of his life. ഓ പിശാച് പേടിച്ചു വിറച്ചു. Till that moment, the devil thought Jesus is killed, he is destroyed. Now the whole world is under my hand. The people are cattle. I'm going to destroy them. That's what the devil thought. ഇതുവരെ പിശാച് വിചാരിച്ചു യേശു മരിച്ചു, ഇനി ലോകത്തിലുള്ള ജനമല്ല എന്റെ അടിമകളാ, ഞാൻ അവരെ ഭരിക്കാൻ പോവുകയാ. But on the third day, എന്നാൽ മൂന്നാം ദിവസം the devil had the shock of his life. ഓ ഹല്ലേലൂയ, പിശാചിന് ഏറ്റവും വലിയ ഷോക്ക് ഉണ്ടായി. Mr. No Good Lucifer had the shock of his life. ഹല്ലേലൂയ, ലൂസിഫർ ഏറ്റവും വലിയ പരാജയ ഭീതി He അനുഭവിച്ചു. got scared. ഭയപ്പെട്ടു. Jesus walked right into hell. യേശു നേരിട്ട് നരകത്തിലേക്ക് ചെന്നു. Mr. Devil, the keys please. Thank you. ഹല്ലേലൂയ, പിശാചേ കീ ഇങ്ങോട്ട് തന്നെ. The keys of death and hell. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ ഇങ്ങോട്ട് താ. Now the devil was stubborn. You know, that is his nature. Stubbornness comes from the devil. ഹല്ലേലൂയ, സ്തോത്രം. അത് ദുശ്ശാഠ്യ പിശാചിന്റെ സ്വഭാവമാ അവനിൽ നിന്ന്. Jesus said, now. ഇപ്പോൾ തരിക. Thank you. ആമേൻ. Jesus put his foot right on the devil's head. Amen. Gave him a final blow. ഹല്ലേലൂയ, പിശാചിന്റെ തലമേൽ അവന്റെ യേശു കാല് ചവിട്ടി. Today, when you believe in the Lord Jesus Christ, you don't have to be scared of hell or death. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നരകത്തെയോ പിശാചിനെയോ മരണത്തെയോ നിങ്ങൾക്ക് ഭയക്കേണ്ടതില്ല. Jesus rose up യേശു ഉയർത്തെഴുന്നേറ്റു. and he took the saints with him. തന്റെ പാപങ്ങളെ യേശു ഏറ്റെടുത്തു. Today, he's on the right hand side of the Father. ഇന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത്. Once and for all, he has died for us. ഒരിക്കലായി യേശു നമുക്കായി മരിച്ചു. You don't have to go year after year after year. You don't have to go to ask forgiveness for your sins. ഓരോ വർഷവും വീണ്ടും വീണ്ടും പാപക്ഷമ ചോദിച്ച് മുന്നോട്ട് പോകേണ്ട The കാര്യം. atonement has already been done. ഹല്ലേലൂയ, സ്തോത്രം. അതേ പ്രായശ്ചിത്തം നടന്നു കഴിഞ്ഞു. Jesus paid it all. യേശു അതിനു വേണ്ടി വില മുടക്കി കഴിഞ്ഞു. Hallelujah. Praise the Lord. Now the revelation is yet to come. ഹല്ലേലൂയ, വെളിപ്പാടിന് വരാൻ Whatever reason Jesus won throughout his battle, തന്റെ ജീവിതത്തിലെ എല്ലാ യുദ്ധങ്ങളും യേശു ജയിച്ചു. he had to receive something from the Father. ആമേൻ. ഇതിനെല്ലാം പ്രതിഫലമായി ദൈവത്തിന്റെ ഒരു കാര്യം. Jesus did not do anything by himself. യേശു താനായിട്ടൊന്നും ചെയ്തില്ല. Everything that he did had to be received from the Father. താനായിട്ട് കിട്ടേണ്ടതെല്ലാം പിതാവിൽ നിന്ന് കിട്ടണം. Now here is the revelation. Are you ready for this? നിങ്ങൾക്ക് ഒരുക്കമാണോ വെളിപ്പാട് The പ്രാപിക്കാൻ? same thing belongs to his church, to me and to you. ആമേൻ, ആമേൻ. യേശു അനുസരണത്തിൽ കൂടി നേടിയ എല്ലാ പ്രതിഫലങ്ങളും ആർക്ക് വേണ്ടി യേശു നേടി? നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി യേശു കർത്താവ് നേടി. Therefore, അതുകൊണ്ട് whatever victory Jesus had, യേശുവിനുള്ള എല്ലാ ജയങ്ങളും. and now let me say this, ഞാൻ ഇങ്ങനെ പറയട്ടെ, the grace of our Lord Jesus Christ is also given to you free. ഓ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയെ നിങ്ങൾക്ക് സൗജന്യമായി തന്നിരിക്കുകയാണ്. That is why അതുകൊണ്ടാണ് in every epistle written by Paul or the other apostles, you can always see, may grace be multiplied to you, grace be multiplied to you, may grace be multiplied to you. അതുകൊണ്ടാണ് ഓരോ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കൃപ നിങ്ങൾക്ക് വർദ്ധിക്കുമാറാകട്ടെ എന്ന് പറയുന്നത്. That is grace, abundant grace. അതാണ് സമൃദ്ധിയായ കൃപ. Grace upon grace is available for us. നമുക്ക് കൃപമേൽ കൃപ ലഭ്യമാണ്. As we grow older, നാം പ്രായമാകുമ്പോൾ, I tell you, if you're serious about the Lord, നിങ്ങൾ കർത്താവിനെ പറ്റി ശുഷ്കാന്തി you may ഉള്ളവരാണ്. have more battles. നിങ്ങൾക്ക് അധിക യുദ്ധങ്ങൾ വരും. But I tell you, we serve somebody who has won it all. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ സേവിക്കുന്ന യേശു എല്ലാം ജയിച്ചവനാണ്. Because he has won it all, ആ യേശു ജയിച്ചതുകൊണ്ട് the same grace is given to us. അതേ കൃപ നമുക്ക് കിട്ടുന്നു. I saw that today. ഇന്ന് ഞാനത് കണ്ടു. Many of you decided to take a step of faith today and come. നിങ്ങൾ പലരും വിശ്വാസത്തോടെ ധൈര്യത്തോടെ വന്നു. Do you know, you and I came here not because of our willpower or our ability or muscle power. It is because of the grace of God. ഓ നിങ്ങൾക്കറിയാമോ, നമ്മൾ ഇവിടെ കടന്നു വന്നത്, ആരാധിക്കാൻ കടന്നു വന്നത് നമ്മുടെ കഴിവ് കൊണ്ടും എടുക്കൊണ്ടല്ല, കർത്താവിന്റെ കൃപയാൽ മാത്രം. What is grace? എന്താണ് കൃപ? Grace is the helping hand of God. കർത്താവിന്റെ സഹായ ഹസ്തമാണ് കൃപ. Come my child, I will help you. എന്റെ മോനെ വാ, ഞാൻ നിന്നെ സഹായിക്കാം. The law says, ഞാൻ പ്രമാണം go പറയാം. and play the keyboard. ഹല്ലേലൂയ, ഹല്ലേലൂയ.
The law says it's a demonstration. ഞാൻ പ്രമാണം പറയുന്നു, Go and play the keyboard. കീബോർഡ് പ്ലേ ചെയ്യും. But the person tries to play the keyboard by himself or herself. ഹല്ലേലൂയ. എന്നാൽ ഈ വ്യക്തി തനിയെ ഇത് പ്ലേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ It doesn't work. So പ്രവർത്തിക്കുന്നില്ല. what does God do? ദൈവം ചെയ്യുന്നു, I will stand with you ഞാൻ നിന്റെ കൂടെ നിൽക്കാം, and I will help you play the keyboard. ഇത് പ്ലേ ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കാം. Yes. ഹല്ലേലൂയ. Grace doesn't say, the law says, translate properly. ഹല്ലേലൂയ. നല്ലതായിട്ട് തർജ്ജമ ചെയ്യ്. If you don't translate, I'm not happy with you. നല്ലപോലെ ചെയ്തില്ലേ എനിക്ക് സന്തോഷമില്ല. That is what the law says. ഞാൻ പ്രമാണം പറയും. Grace says, my son, I am with you whatever you do. ആമേൻ. കൃപ പറയുന്നു, മോനെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ എന്ത് I ചെയ്താലും will help you. ഞാൻ നിന്നെ സഹായിക്കാം. I will help you. The law says, stand there. ഞാൻ പ്രമാണം The പറയും, law says, preach well. നല്ലതായിട്ട് പ്രസംഗിക്കണം. The grace says, I am with you to preach well. ആമേൻ. കൃപ പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം മോനെ. The law says, ഞാൻ പ്രമാണം പറയും, love your wife. ഭാര്യയെ സ്നേഹിക്കുക. The law says, ഞാൻ പ്രമാണം പറയും, submit your husband. ഭാര്യയ്ക്ക് കീഴടങ്ങ്, ഭർത്താവിന് കീഴടങ്ങ്. Grace says, കൃപ പറയുന്നു, I will help you to be a better husband. ഞാനൊരു നല്ല ഭർത്താവാകാൻ നിന്നെ I will സഹായിക്കാം. help you to be a better wife. നല്ല ഭാര്യയാകാൻ ഞാൻ നിന്നെ സഹായിക്കാം. The law says, ഞാൻ പ്രമാണം thou പറയും, shalt obey your parents. മാതാപിതാക്കളെ അനുസരിക്കണം. Grace says, കൃപ പറയുന്നു, my children, I will help you to submit to your parents. നിന്റെ and obey. മാതാപിതാക്കൾ കീഴടങ്ങാൻ ഞാൻ നിന്നെ സഹായിക്കാം മോനെ. Because I am all about grace. Grace upon grace is Jesus. ആമേൻ. കൃപമേൽ കൃപ. കർത്താവായ യേശുക്രിസ്തു കൃപയാണ്. Our God is a graceful God. നമ്മുടെ ദൈവ കൃപയുള്ള And He ദൈവമാണ്. has abounding grace upon us. സമൃദ്ധിയായ കൃപ കർത്താവിന്റെ മേൽ നമ്മുടെ We need മേലുണ്ട്. to do something. അല്ലെ, നമ്മളൊരു കാര്യം ചെയ്യണം. In the battles of life, ജീവിതത്തിന്റെ യുദ്ധങ്ങളിൽ we should ask for grace. നമ്മൾ കൃപ ചോദിക്കണം. I want to tell a story of something happened and then we'll close because ഹല്ലേലൂയ. we want to go a little early today for many of you. സ്തോത്രം. ഒരു കഥ പറയട്ടെ. I've said this in the closer circles. I will tell you today. A man of God, ഒരിക്കലും ഒരു ദൈവദാസൻ he had a problem in his family life. കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായി. And being the pastor of the church, സഭയിലെ പാസ്റ്റർ ആയതുകൊണ്ട് he could not share it with many people. എല്ലാവരോടും പങ്കുവെക്കാൻ കഴിഞ്ഞില്ല. Because if he shares, എന്നാ പങ്കുവെച്ചാൽ in the next 10 minutes, all over the land, the whole world will know what his problem is. ആമേൻ. 10 മിനിറ്റിനിടെ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ Well, I'm പ്രശ്നമാണ്. glad this church, it doesn't happen that way. Can we say thank the ആമേൻ. Lord? ഹല്ലേലൂയ. ഈ സഭയിൽ അങ്ങനെ നടക്കാത്തതിനായി സ്തോത്രം. I thank God there are no gossips and backbiters in this church. I praise the ഈ Lord for സഭയിൽ this one. പരദൂഷകരില്ലാത്തതിനായി സ്തോത്രം. Well, in that pastor's church, there were people like that. അങ്ങനെയുള്ള ഒരു സഭയിൽ ഉണ്ടായിരുന്നു. So the pastor could not say it to anybody. ആരോടും പറയാൻ പാസ്റ്റർ കഴിഞ്ഞില്ല. He could not share it with anyone. ആരോടും പങ്കുവെക്കാൻ കഴിഞ്ഞില്ല. And he was really sad as to what to do. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ചിന്താകുഴപ്പം. One day he heard a voice. ഒരു ശബ്ദം കേട്ടു. My son, why don't you talk to me your problem? ഓ, നിന്റെ പ്രശ്നം എന്നോട് എന്തുകൊണ്ട് പറയുന്നില്ല Why മോനെ? don't you share with me your family problem? നിന്റെ ഫാമിലി കുടുംബ പ്രശ്നം എന്തുകൊണ്ട് എന്നോട് Why don't you പറയുന്നില്ല? share with me that very sensitive thing which you don't want anybody else to know? മറ്റുള്ളവർ അറിയാൻ ആഗ്രഹിക്കാത്ത കാര്യം എന്നോട് പറഞ്ഞുകൂടെ? He opened his heart and said, Lord, I have this problem. കർത്താവേ, എനിക്ക് ഈ വിഷയമുണ്ട്. I can't tell it to my wife. മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല. I can't tell it to anyone. ആരോടും പറ്റുന്നില്ല. Jesus said, you tell it to me. കർത്താവ് പറഞ്ഞു, എന്നോട് പറ. And the problem was solved. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. This man of God was being very close to me. He told me that. എന്നോട് അടുത്തൊരു ദൈവദാസനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം. At that time, I was not a pastor. He said, brother, ആമേൻ. this is what happened. ഹല്ലേലൂയ. അന്ന് ഞാൻ ഒരു പാസ്റ്റർ അല്ലായിരുന്നു. അദ്ദേഹം ബ്രദർ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഇവർ Grace. കൃപ. Some of the things you can't tell other people, നിങ്ങൾക്ക് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ you can tell it to him. കർത്താവിനോട് പറയാം. He doesn't condemn you. കർത്താവ് നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല. He doesn't criticize you. അവൻ നിന്നെ വിമർശിക്കത്തില്ല. He loves you. അവൻ നിങ്ങളെ സ്നേഹിക്കുക He മാത്രം says, ചെയ്യും. come, let me help you. കർത്താവ് പറയും, എന്റെ അടുക്ക വാ, ഞാൻ സഹായിക്കാം. I'm going to build you up. ഞാൻ നിന്നെ പണിയെടുക്കാം. That is grace. അതാണ് കൃപ. He's a wonderful God. അത് നല്ല ദൈവമാണ്. So next time, അടുത്ത തവണ because of grace, കൃപയാൽ I will be able to preach better. അധികം നന്നായിട്ട് ഞാൻ പ്രസംഗിക്കാൻ പറ്റും. Because of grace, കൃപ മുഖാന്തരം you'll be able to translate better. അധികം നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കും. Because of grace, കൃപയാൽ you will be able to pray better. നന്നായിട്ട് അധികം പ്രാർത്ഥിക്കാൻ പറ്റും. Because of grace, കൃപയാൽ we will be able to do things even better. അധികം ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ I പറ്റും. want to tell you something about the wrong side of grace. കൃപയുടെ തെറ്റായ വശം പറയാം. This is the only way I can preach. Whether you like it or not, you take it. I'm not going to change. I'm under grace. That is the wrong grace. ഞാൻ കൃപയ്ക്ക് കീഴില. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരിക്കലും മാറത്തില്ല. This is all I can do about the church. If you want, you like it, you take it. That is not grace. സഭയെ പറ്റി എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണേ എടുക്കാം, വേണ്ടായി പോക്കൂ. There are drawbacks. Lord, fill it by grace. കുറവുകളുണ്ടെങ്കിൽ ദൈവകൃപയാൽ എന്നെ നിറയ്ക്കും. Lord, are there drawbacks in my life? You fill it. കർത്താവേ, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അങ്ങ് നിറയ്ക്കണമേ. Oh, from the time of my forefathers, we were all murderers. We will continue to murder. Our children will murder. We will murder everybody. But we are under grace. Wrong spirit. Wrong understanding. ഓ, പൂർവ്വപിതാക്കന്മാരുടെ കാലം തൊട്ട് ഞങ്ങൾ തെറ്റായി ജീവിക്കുന്നവരാ. ഞങ്ങൾ അങ്ങനെ ജീവിക്കത്തുള്ളൂ. വ്യത്യാസരാകത്തില്ല. ഇത് കൃപയ്ക്ക് അധീനരാണ് പറഞ്ഞാൽ I am under grace. Praise the Lord. അല്ല, ഞാൻ കൃപയ്ക്ക് അധീനൻ. It's like people sitting in a car.
they start the engine and sit there. For generations, we have never used the gas pedal. We will not use the gas pedal even now. We praise the Lord. That is wrong grace. Praise the Lord. കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കത്തില്ല, ഞങ്ങൾ കൃപയ്ക്ക് അധീനരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ നടക്കത്തില്ല. My father never drew a car. എന്റെ അപ്പൻ കാർ ഓടിച്ചിട്ടില്ല. My grandfather never drew a car. എന്റെ വല്യപ്പൻ കാർ ഓടിച്ചിട്ടില്ല. I will not drive a car. ഞാനും കാർ ഓടിക്കത്തില്ല. But I am under grace. ഞാൻ കൃപയിലാ. That is foolish people. അത് മണ്ടരാണ് അങ്ങനെ പറയുന്നത്. God has given me a car. ദൈവം എനിക്ക് ഒരു കാർ തന്നു. God has given me opportunities. ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. And I am going to ask grace which I have never seen so far. ഇതുവരെ കാണാത്ത കൃപ ഞാൻ ചോദിക്കുക. Oh, there are some people who are very faithful to the pastor. അനേകർ പാസ്റ്ററോട് വിശ്വസ്തരാ. My pastor doesn't preach like this. പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കത്തില്ല. Then I shall also be humble and simple, and I shall also not preach like this. അതുകൊണ്ട് ഞാനും humble simple ആയി So faithful to the pastor. പാസ്റ്ററോട് വിശ്വസ്തരാ. Wrong spirit. തെറ്റായ ആത്മാവ്. Oh, my pastor is a good man. എന്റെ പാസ്റ്റർ നല്ലവനാണ്. Bless him. അനുഗ്രഹിക്കുക. I got better grace. എനിക്ക് അധികം കൃപയുണ്ട്. And I am going to use that. ഞാൻ അത് ഉപയോഗിക്കും. Hello. ഹല്ലേലൂയ. Grace is given by God, not by pastors. ആമേൻ. കൃപ ദൈവത്താലാണ് തരുന്നത്, പാസ്റ്റർമാരല്ല കൃപ തരുന്നത്. Don't try to make pastors happy. ആമേൻ. പാസ്റ്റർമാരെ Pastors will come and go. ആമേൻ. പാസ്റ്റർമാർ വരിക പോകും. One pastor remains. ഒരു പാസ്റ്റർ മാത്രം നിൽക്കും. His name is Jesus. ആ വ്യക്തിയുടെ പേരാണ് യേശു. Hallelujah. Amen. And he wants you to grow in grace. കൃപയിൽ നിങ്ങൾക്ക് വളരണം. Whatever mistakes you have made, നിങ്ങൾ എന്താ അബദ്ധങ്ങൾ let it be anything. എന്തുമാകട്ടെ. For example, ഉദാഹരണം, let's say you kill a couple of people. ഒന്നിനെ കൊന്നത്. Couple of people. You know, truth is just for some people it's very easy to kill a couple of people. രണ്ടു After all, പേരെ you go to jail, you come back. സ്തോത്രം, ജയിലിൽ പോയിട്ട് മടങ്ങി വരും. Jesus is willing to forgive യേശു ക്ഷമിക്കാൻ ഒരുക്കമാ. and take away your shame നിങ്ങളുടെ നാണക്കേടെല്ലാം എടുത്തു മാറ്റാൻ and set you in a place where people will not tell you anything about the sin that you have done. നിങ്ങൾ ചെയ്ത പാപത്തെ പറ്റി ആളുകൾ ഒരു വാക്കും പറയാത്ത ഒരു ഇടത്ത് ദൈവം നിങ്ങളെ ഇരുത്താൻ Do ശക്തനാണ്. you know that, church? നിങ്ങൾക്ക് അറിയാമോ അത്? Maybe you made millions of mistakes in the past ഒരുപാട് മിസ്റ്റേക്ക് വന്നു കാണും. and you are scared of what people will say. ആളുകൾ പറയുന്നതിനെ നിങ്ങൾ പേടിച്ചിരിക്കുക. People will keep on, saying. ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. Some people like to do that. When they get tired, they'll shut up. അവരെ ക്ഷീണിക്കുമ്പോൾ വായടക്കും. Hallelujah. സ്തോത്രം. But you must realize that you have to get up. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എഴുന്നേൽക്കണം. How many people struggle and are put down because they think God has forsaken me, nobody cares for me, I made so many mistakes. That is the end of it. That is what the devil wants you to believe. God wants you to believe. ആമേൻ. Get up. I got my hand on you. ആമേൻ. 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 നിന്റെ പരിപാടി കഴിഞ്ഞു, നീ പകർന്നു പോയി, നിനക്ക് കുറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞ് നീ അടങ്ങിയിരുന്നു. പിശാച് നിന്നെ പറ്റി ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ യേശു പറയുന്നു, ഏടാ മോനെ, നിനക്ക് ശരി, എന്നാൽ ഞാൻ നിന്നെ സഹായിക്കാം, എഴുന്നേക്ക്. That is the grace in Christ Jesus. അതാണ് ക്രിസ്തു യേശുവിലുള്ള കൃപ. Who wants more of that grace? ആർക്കാണ് അധികം കൃപ ആവശ്യമുള്ളത്? Can you lift your hands and praise the Lord? ഹല്ലേലൂയ. അങ്ങനെയുള്ള കരവേൽ കർത്താവിനെ സ്തുതിക്കൂ. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I am found. Was blind, but now I see. Let's stand up and give God the glory.